ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. +1 അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, +1 ഓൺലൈൻ അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SSLC കഴിഞ്ഞു, +1 അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന, +1 +2 പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അപേക്ഷ കൊടുക്കാൻ പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സംശയമുണ്ട്, ഒരുപാട് ടെൻഷനാണ്. എങ്ങനെയായിരിക്കും അപേക്ഷ, എപ്പോഴായിരിക്കും അപേക്ഷ തുടങ്ങുന്നത്, അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ രേഖകൾ നമ്മുടെ കയ്യിൽ വെക്കണം, അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പരമാവധി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നോട്ടിഫിക്കേഷൻസ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ലഭിക്കാൻ അതിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്നൊരു കാര്യം, +1 അപേക്ഷയെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട. വളരെ സിമ്പിളായിട്ട് ഈവൺ മൊബൈൽ ഫോണിൽ പോലും നിങ്ങൾക്ക് +1 അപേക്ഷ കൊടുക്കാം. പക്ഷേ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീന് കുറച്ച് ചെറുതായതുകൊണ്ട് എല്ലാം വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, പ്രിൻ്ററിൻ്റെ പോലും ആവശ്യമില്ല, നമ്മളൊന്നും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൂടിപ്പോയ ഒരു 20 മിനിറ്റ് സമയം മാത്രമേ എടുക്കുകയുള്ളൂ +1 അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അത്രയും ലളിതമായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ +1 അപേക്ഷ കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾ SSLC പഠിച്ച സ്കൂൾ വഴി സ്കൂളിലെ അധ്യാപകർ നിങ്ങളെ സഹായിക്കും എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ സ്കൂളുകൾ മുഖേനയും നിങ്ങൾക്ക് +1 അപേക്ഷ കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തുള്ള അക്ഷയ സെൻറ്റർ, കോമൺ സർവീസ് സെൻറ്റർ പോലെയുള്ള കമ്പ്യൂട്ടർ സെൻറ്ററുകൾ മുഖേനയും നിങ്ങൾക്ക് +1 അപേക്ഷ കൊടുക്കാം. അപ്പോൾ +1 അപേക്ഷയെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. നമ്മൾക്ക് ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് തന്ന ഒരു അറിയിപ്പ് മെയ് 16-ാം തീയതി മുതൽ മെയ് 25-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് +1 ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റ് തന്നിട്ടുള്ളത്. ഡേറ്റ് നീട്ടും, ചിലപ്പോൾ നീട്ടാനൊക്കെ സാധ്യതയുണ്ട്. എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുണ്ട്. 4-5 ദിവസം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അതൊക്കെ അപേക്ഷയുടെ അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ ഗവൺമെൻറ് അങ്ങനെയുള്ള ഒരു അറിയിപ്പ് പുറപ്പെടുവിക്കും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാം. എന്തായാലും നിലവിൽ നമുക്ക് ലഭിച്ച ഒരു ഡേറ്റ് മെയ് 16-ാം തീയതി മുതൽ +1 അപേക്ഷ ആരംഭിക്കും. മെയ് 25-ാം തീയതി വൈകിട്ട് 5 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് +1 അപേക്ഷ കൊടുക്കാനുള്ള അവസരം ലഭിക്കുക. അപ്പോൾ +1 അപേക്ഷ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമ്മുടെ കയ്യിൽ വെക്കേണ്ടത്? അത് വീട്ടിൽ നിന്ന് അപേക്ഷ കൊടുക്കുകയാണെങ്കിലും, കമ്പ്യൂട്ടർ സെൻ്ററുകൾ മുഖേനയാണെങ്കിലും, സ്കൂളിൻ്റെ ഹെൽപ്പ് ഡെസ്ക് മുഖേനയാണെങ്കിലും നമ്മുടെ കയ്യിൽ വെക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട്. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, പലപ്പോഴായിട്ട് പല കുട്ടികൾക്കും പറ്റുന്ന ഒരു അബദ്ധം, നിങ്ങൾ +1ലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സ്കൂളുകൾ ഉണ്ടാവും. അതായത് എനിക്ക് ഇന്ന സ്കൂളിലൊക്കെ +1ൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഈ സ്കൂളിലൊക്കെ എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഇതാണ്. ചിലപ്പോൾ സയൻസ് ആയിരിക്കും, ചിലപ്പോൾ കൊമേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും, ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും. അങ്ങനെ നിരവധി കോഴ്സുകളുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന കോഴ്സൊക്കെയാണ് പഠിക്കാൻ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ +1 അപേക്ഷ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ പേരും ആ സ്കൂളിൻ്റെ കോഡും, കോഡ് അത്യാവശ്യമാണ്, കോഡാണ് നമ്മൾ കൊടുക്കേണ്ടത്, പേരല്ല. അതായത് ഓൺലൈൻ അപേക്ഷ കൊടുക്കുമ്പോൾ സ്കൂളിൻ്റെ ലിസ്റ്റ് കൊടുക്കേണ്ട ആ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞാൽ സ്കൂളിൻ്റെ പേരല്ല ചോദിക്കുക, സ്കൂളിൻ്റെ കോഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ കോഡ് മാറിപ്പോകാതെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ സ്കൂളിൻ്റെയും കോഡുകൾ അത് ഇഷ്ടാനുസരണം തന്നെ കൊടുക്കണം. എങ്ങനെയാണ് ഇഷ്ടാനുസരണം? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള സ്കൂൾ ഏതാണ്? ഇനി അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ഈ സ്കൂളിൽ പഠിച്ചാൽ മതി, അങ്ങനെ രണ്ടാമത്തെ സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക,
അങ്ങനെ മൂന്നാമത്തെ സ്കൂൾ കൊടുക്കുക. അങ്ങനെ എത്ര സ്കൂളുകൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ ആ സ്കൂളിൻ്റെ ലിസ്റ്റ് കോഡ് സഹിതം നിങ്ങൾ തയ്യാറാക്കി വെക്കുക. ആ സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏതാണോ ആ കോഴ്സിൻ്റെ പേരും കോഡും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്, കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താ അറിയോ, ഇത് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടൊന്നുമില്ല ഇത് കൊണ്ടുപോകണമെന്ന്. പക്ഷേ കുട്ടികൾക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക്, നമ്മൾ കമ്പ്യൂട്ടർ സെൻ്ററുകൾ മുഖേനയാണെങ്കിലും ഇനി സ്കൂളിൽ പോവുകയാണെങ്കിലൊക്കെ സ്വാഭാവികമായിട്ടും തിരക്കായിരിക്കും. ഈ തിരക്കുള്ള സമയത്ത് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നു, കോഡ് കൊടുക്കുന്ന സമയത്ത് നമ്മളോട് അവർ ചോദിക്കും ഏതൊക്കെ സ്കൂളുകളാണ് പഠിക്കാൻ താല്പര്യം ചോദിക്കും. ആ സ്കൂളിൻ്റെ പേരും കോഡൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എങ്ങാനും ഒരു ഡിജിറ്റ് മാറിപ്പോയാൽ അല്ലെങ്കിൽ കോഡ് മാറിപ്പോയാൽ നിങ്ങൾ ചിലപ്പോൾ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സ്കൂളിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. ചിലപ്പോൾ ആ കോഡുള്ള സ്കൂൾ ഒരുപാട് ദൂരെയായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കുള്ള സമയത്ത് നമ്മൾ ഡാറ്റ കൊടുക്കുമ്പോൾ പലപ്പോഴായിട്ട് സ്കൂളിൻ്റെ കോഡും കോഴ്സിൻ്റെ കോഡും പേരും ഒക്കെ മാറിപ്പോകും. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെള്ള പേപ്പറിൽ പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളും കോഡും അത്യാവശ്യമായിട്ട് നിങ്ങൾ ഒരു പാറ്റേൺ സഹിതം എഴുതി കൊണ്ടുപോകണം എന്ന് പറയുന്നത്. അതൊന്നാമതായിട്ട് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ SSLC രജിസ്ട്രേഷൻ നമ്പറാണ്. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും ആവശ്യമാണ്. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ നിർബന്ധമാണ്. വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ വേണം. ഓൾവേസ് ആക്റ്റീവ് ആയിരിക്കണം. എപ്പോഴും SMS വരുന്ന എപ്പോഴും ആക്റ്റീവായ ഒരു മൊബൈൽ നമ്പർ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ SSLC മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ്. മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ക്ലബിലുണ്ടെങ്കിൽ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഗ്രേസ് പോയിന്റ് ലഭിക്കുന്ന എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം. ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഇനി സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ആധാർ കാർഡാണ് അത്യാവശ്യമാണ്. നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ആധാർ കാർഡ് നമ്പർ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ആധാർ കാർഡ് കോപ്പി നമ്മൾ കൊണ്ടുപോവുക. ഇനി ഇതൊക്കെയാണ് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ. സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് തെറ്റായ വിവരങ്ങൾ നൽകാതിരിക്കുക. ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം തെറ്റായ വിവരങ്ങൾ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ, ക്ലബ്ബ് സർട്ടിഫിക്കറ്റിൽ ഇനി ഉണ്ട് എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് ഇല്ല, അത് ഫേക്ക് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു, അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ആക്കി, അതായത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ തെറ്റായ വിവരം നൽകിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ റദ്ദ് ചെയ്യും. അത് മാത്രമല്ല അടുത്ത അലോട്ട്മെന്റിൽ പോലും നിങ്ങളെ പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം കൊടുക്കുക, ഫേക്ക് ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് അപേക്ഷയൊക്കെ കൊടുത്തു, നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് അലോട്ട്മെന്റുകൾ ട്രയൽ അലോട്ട്മെന്റ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ അലോട്ട്മെന്റ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അങ്ങനെ അപേക്ഷ കൊടുത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ്? അത് അലോട്ട്മെന്റ് മെമ്മോയാണ്. അതായത് നിങ്ങളുടെ അലോട്ട്മെന്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കും. കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസ് കാണിക്കും. അതിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് PDF ആണ്, അതൊക്കെ ആ സമയത്ത് അറിയിക്കാം. അതിൻ്റെ അലോട്ട്മെന്റ് മെമ്മോ വേണം, അഡ്മിഷൻ ഫീസ് വേണം. അതേപോലെ തന്നെ ഏതെങ്കിലും റിസർവേഷൻ ബേസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ SSLC സർട്ടിഫിക്കറ്റ്, ഇത്രയും രേഖകളാണ്. അതേപോലെ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, ഗ്രേസ് മാർക്കിൻ്റെ സർട്ടിഫിക്കറ്റ്, സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്തും ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ടുപോകും. അതേപോലെ അഡ്മിഷൻ ഫീസും 25 രൂപയാണ് ഫീസ്. ബാക്കി എന്തെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളെ സ്കൂളിൽ നിന്ന് അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി സ്കൂളിൻ്റെ കോഡ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? പല കുട്ടികൾക്കായിട്ട് സംശയം ഉണ്ടാവും. ഞാൻ നേരത്തെ സ്കൂളിൻ്റെ കോഡിൻ്റെ കാര്യം പറഞ്ഞു, കോഴ്സിൻ്റെ കോഡും പറഞ്ഞു. അപ്പോൾ ഈ സ്കൂൾ കോഡ് കണ്ടുപിടിക്കുന്ന രീതി, അതേപോലെ തന്നെ
കോഴ്സ് കോഡ് കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഏകജാലക പ്രവേശനം +1 അപേക്ഷ നമ്മൾ കൊടുക്കേണ്ട വെബ്സൈറ്റ് www.hscap.kerala.gov.in. ഈ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ +1 അപേക്ഷ ഓൺലൈനായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ വെബ്സൈറ്റ് ലിങ്കും ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ നിങ്ങൾ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസ്പെക്റ്റ് അവൈലബിൾ ആണ്, +1 അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ +1 അപേക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് പാറ്റേൺ, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഭാഗവും മാർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു PDF നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതും ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒറ്റ വീഡിയോ ആയിട്ട് കാണാം. ബൈ.